ഫ്രണ്ട്സ്, അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നുള്ളത് കാസർഗോഡ് ജില്ലയിലെ പരപ്പ ബാനം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് കർക്കിടക മാസത്തിൽ മാത്രം കെട്ടിയാടുന്ന ഒരു തെയ്യമുണ്ട്, വേടൻ തെയ്യം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ തെയ്യത്തിൻ്റെ വിശേഷങ്ങൾ കണ്ടറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടില്ലേ. അപ്പം തെയ്യത്തിനെ കുറിച്ചുള്ള കഥകളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണും. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കർക്കിടക മാസത്തിൽ വീടുകൾ തോറും സഞ്ചരിച്ച് ആദിയും വ്യാധിയും അകറ്റുന്ന തെയ്യക്കോലങ്ങളാണ് ആടിവേടൻ. പാർവതി സങ്കല്പത്തിൽ കെട്ടിയാടുന്ന ആടിയും പരമശിവ സങ്കല്പത്തിൽ കെട്ടിയാടുന്ന വേടനും ചേർന്നതാണ് ആടിവേടൻ തെയ്യം. കർക്കിടക മാസത്തിലെ ഗൃഹസന്ദർശനം നടത്തുന്ന ആടിവേടൻ തെയ്യം ഒറ്റച്ചണ്ടിയുടെ താളത്തിൽ ചുവടുവയ്ക്കുമ്പോൾ വീട്ടിലുണ്ടാകുന്ന ദുഷ്ടശക്തികൾ പോയി ഐശ്വര്യങ്ങൾ കൈവരും എന്നാണ് ഐതിഹ്യം പറയുന്നത്. വണ്ണാൻ സമുദായത്തിലുള്ളവർ ആടിത്തെയ്യം കെട്ടുമ്പോൾ മലയ സമുദായക്കാരാണ് വേടൻ തെയ്യം കെട്ടിയാടുന്നത്. പാണ്ഡവരുടെ വനവാസകാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആടിവേടൻ്റെ കഥാസങ്കല്പം. ഒരു വ്യാഴവട്ടക്കാലത്തെ വനവാസത്തിനു ശേഷം അർജുനൻ ശിവപ്രീതി നേടി പാർശുപാസ്ത്രം കരസ്ഥമാക്കാനുള്ള പൂജ നടത്തി. എന്നാൽ തൻ്റെ ഭക്തനെ പരീക്ഷിക്കാൻ വേണ്ടി പരമശിവനും ശ്രീപാർവതിയും കിരാതര വേഷം ധരിച്ച് വനത്തിലെത്തി. അങ്ങനെ തപസ്സിനിടയിൽ ഒരു കാട്ടുപന്നിയെ അർജുനൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ അർജുനൻ പന്നിക്കു നേരെ അസ്ത്രം എയ്തു. ഇത് കണ്ട കിരാതര വേഷം ധരിച്ച പരശുരാമനും പന്നിക്കു നേരെ അമ്പെയ്തു. അങ്ങനെ പന്നിയുടെ ഉടമസ്ഥാവകാശത്തിനു വേണ്ടി അർജുനനും കിരാതനും തമ്മിൽ വഴക്കുണ്ടായി. ആ വഴക്ക് പിന്നെ ഒരു യുദ്ധത്തിൽ കലാശിച്ചു. തുടർന്ന് അർജുനൻ ബോധരഹിതനായി വീണു. പിന്നെ ബോധം വന്നപ്പോൾ വെറുമൊരു കിരാതരനോട് ഏറ്റുമുട്ടി തോറ്റതിൽ അർജുനന് നാണക്കേടുണ്ടായി. കിരാതരനെ തോൽപ്പിക്കാനുള്ള ശക്തിക്കു വേണ്ടി അദ്ദേഹം ശിവലിംഗമുണ്ടാക്കി പൂജിക്കാൻ തുടങ്ങി. അങ്ങനെ പൂജയിൽ ശിവലിംഗത്തിൽ അർപ്പിച്ച പുഷ്പങ്ങളെല്ലാം ചെന്ന് വീണത് കിരാതരൻ്റെ മെയ്യിലാണ്. ഇത് തിരിച്ചറിഞ്ഞ അർജുനൻ ശിവൻ തന്നെ പരീക്ഷിക്കാൻ വേണ്ടി വേഷം മാറി വന്നതാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അർജുനൻ കിരാതരൻ്റെ കാലിൽ വീണ് മാപ്പപേക്ഷിക്കുന്നു. തുടർന്ന് സംപ്രീതനായ ശിവൻ പാർശുപാസ്ത്രം സമ്മാനമായി നൽകുകയും തിരിച്ച് കൈലാസത്തിലേക്ക് മടങ്ങിപ്പോകുകയും ചെയ്തു. ഈ കിരാതര വേഷമാണത്രേ ആടിവേടൻ തെയ്യമായി കണക്കാക്കുന്നത്. ആടിത്തെയ്യത്തിൻ്റെ സങ്കല്പത്തിൽ പാർവതി ദേവിയും വേടൻ തെയ്യത്തിൻ്റെ സങ്കല്പത്തിൽ ശിവനും ആകുമ്പോൾ അർജുനൻ്റെ സങ്കല്പത്തിൽ ഉണ്ടാകുന്ന തെയ്യം ഗളിജൻ തെയ്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഗളിജൻ തെയ്യവും കർക്കിടക മാസത്തിൽ വീടുകൾ സന്ദർശിക്കാറുണ്ട്. തെയ്യം വീട്ടിലെത്തുമ്പോൾ വേടൻ തെയ്യമാണെങ്കിൽ ഭസ്മത്തിൽ ഗുരുസി കലക്കി തെക്കോട്ട് മറിക്കേണ്ടതാണ്. അതുപോലെ ആടിത്തെയ്യമാണ് വീട്ടിലെത്തുന്നെങ്കിൽ മഞ്ഞളും നൂറും കൊണ്ടും ഗുരുസിയുണ്ടാക്കി വടക്കോട്ടും ഒഴിഞ്ഞു മറിക്കണം. ഇങ്ങനെ ഗുരുസി ഉഴുതുമറിക്കുന്നതോടുകൂടി വീടും പരിസരവും ശുദ്ധമാകും എന്നാണ് ഐതിഹ്യം.